വണ്ടി വീട്ടിൽ കൊണ്ടിട്ട് താക്കോൽ കൊടുത്തിട്ട് നീ വെക്കൂ. ഞാനേ അവിടെ നിന്ന് കാരണം 1:30 പാടത്തുള്ളൂ. മോർണിംഗ്. ആ ആ സുമംഗലി, ഐബ്രോ പെൻസിൽ ഒന്ന്. എന്റെ ബാലഗോപാല, ഒരു ഐബ്രോ പെൻസിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചൂടെ മീശ ചേർപ്പിക്കാൻ? ദൈവാധീനം. അതേതായാലും രക്ഷപ്പെട്ടു. 4 പാസ് നേരത്തെ എത്തിച്ചു കൊടുക്കണം, അതും ബംഗ്ലാവിൽ എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്താൽ പുള്ളിക്കാരൻ ഭാര്യയോടും മക്കളോടും കൂടി വന്നിരുന്ന് നമ്മുടെ നാടകം കണ്ട് ശരിക്കൊന്ന് വിമർശിച്ചു തരാത്രേ. ചെല്ലപ്പന് പാർട്ടിയെ പിടി കിട്ടിയോ? നമ്മുടെ ഫ്യൂസിന്റെ ആളായിരിക്കും. പുള്ളിക്കാരൻ വിമർശനത്തിന്റെ ഒരു കാലന. നമ്മുടെ കഴിഞ്ഞ നാടകം ഒന്ന് വിമർശിച്ചിരുന്നു. എന്തിനു വേണ്ടി ഈ നാടകം എഴുതി? എന്തോ ഈ നാടകം എന്തിനു വേണ്ടി എഴുതി? ഈ നാടകം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് വികാരം തോന്നി? എനിക്കൊരു വികാരം തോന്നിയില്ല. അതാണ് അവസാനത്തെ വാചകം. മനുഷ്യനെ മരം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇപ്പൊ നമുക്ക് വല്ലതും ചെയ്യാൻ നോക്കൂ. വിട്ടുകളാ, അതിന് മറുപടി എഴുതണ്ട. ഒരുത്തൻ നമ്മുടെ ബുക്കിംഗ് ഏജന്റായിട്ട് നമ്മളെ സേവിച്ചോളാവുന്നു. ഇന്നത്തെ നാടകങ്ങളുടെ സ്റ്റാൻഡേർഡ് കളഞ്ഞു വിളിച്ചതിന്റെ ഏജന്റുമാരൊക്കെ കൂടിയാണ്. എന്ത് തല്ലിപ്പൊളിയാണെങ്കിൽ ഓടി ഇറന്ന് ബുക്ക് ചെയ്തോളൂ. അവന്മാർക്ക് കമ്മീഷനും കിട്ടും, ഉത്സവക്കാർക്ക് ഉറപ്പവും നിൽക്കും. ഏതായാലും ആ ഏർപ്പാട് നമ്മളെ കിട്ടാൻ തീർത്തരിക. അവളുമാരൊക്കെ ഒന്ന് വേഗം ഇറങ്ങാൻ പറ. എല്ലാവരും എത്തിയോ? കൊല്ലപ്പള്ളി ഇതുവരെ കണ്ടില്ല. വലിയ നടനാണല്ലോ, താമസിച്ചെത്തിയില്ലെങ്കിൽ മോശമായിരിക്കും. ശരിക്ക് കേട്ടാ, മഴ പെയ്യും. ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു. വാസ്തവം ഭയങ്കര മഴയായിരുന്നു. നീ ഏതാ വണ്ടിയിലോട്ട് കയറി ഇരുന്നോ? വെളിക്ക് നിന്നാ കുളിരും. ഞാൻ താമസിച്ചു. എന്നും നേരത്തെ വരാറുള്ള കൊല്ലപ്പള്ളിക്ക് എന്ത് പറ്റി? ഞാൻ അളിയനെ കാണാത്തോണ്ട് വിഷമിച്ചിരിക്കായിരുന്നു. എന്ത് പറ്റി? എന്താ താമസിച്ചെന്ന്? രാവിലെ എഴുന്നേറ്റ് പെട്ടിയുടെ താക്കോല് കാണുന്നില്ല. പിന്നെ ടൗണിൽ പോയി ഒരു പൂട്ടും താക്കോലൊക്കെ വാങ്ങിച്ചോണ്ടാ വരുന്നത്. ഇനിയെങ്കിലും സൂക്ഷിച്ചോ. ആ, റൂം റിസർവ് ചെയ്യാൻ വേണ്ടി ഹോട്ടൽ പ്രിൻസിലേക്ക് ഫോൺ ചെയ്തിട്ടില്ലേ? ഉണ്ട്. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ രാവിലെ അങ്ങോട്ട് വിളിച്ചാൽ മതി. ആ, ഇനി എന്താ? മുതലാളി പറഞ്ഞില്ല. അയ്യോ, വിട്ടോ. അയ്യപ്പനോടെ? എനിക്കറിയില്ല. എവിടെ പോയെന്നറിയോ? ഇന്നലെ രാത്രിയില് പോയതാണ്. എങ്കിൽ വിഷമിക്കാനില്ല. അയ്യപ്പനെ ഞാൻ തപ്പെടുത്തു തരാം. കുട്ടപ്പ, വണ്ടി തിരിച്ചുവിടെ. എങ്ങോട്ട് വിടാനായി പറയുന്നത്? അയ്യപ്പൻ ചാരായ ഷാപ്പിൽ കാണും. ഇന്നലെ അടിച്ചടിച്ച് അവിടെ കിടന്നതാ. കുട്ടപ്പ, തിരിച്ചുവിടെ. ചാരായ ഷാപ്പിൽ പോവാം. നാശം പിടിച്ചോ കുടിച്ചു കുടിച്ച് മരിക്കാൻ പോകാൻ തോന്നുന്നു. അങ്ങോട്ട് തന്നെ വിടറാ. വായി നോക്കിയാ കയറാൻ അങ്ങോട്ട്. അപ്പു,
അയ്യപ്പനോട് വന്നിരുന്നു. ആരാ? അയ്യപ്പൻ. അയ്യപ്പൻ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു. നേരം വിളിക്കുന്നവരെ പട്ട അടിച്ചിട്ട് ധവലക്കെട്ട് എന്തോ ചെയ്യാണ്? പട്ടയടിക്കുന്ന അയ്യപ്പനല്ലയോ, കൈയല്ലല്ലോ. തബല കണ്ട കൈ റെഡി. സാധനം അടങ്ങില്ല സാറേ. ഇന്നലെ രാത്രി ചെന്നിരുന്നു, കുറച്ച് കഴിഞ്ഞ് പോവുകയും ചെയ്തു. ഇനിയിപ്പോ നമ്മൾ എവിടെ അന്വേഷിക്കും? അവൻ നാടകത്തിൽ എത്തിക്കോളും. വണ്ടി വിട്ടപ്പാ. അയ്യപ്പൻ വന്നോ? വരും. ആശ്വാസം. അയ്യപ്പനെത്തിയോ? ആ കരുതി വിഷമിക്കണ്ട, നിങ്ങളുടെ മേക്കപ്പ് കഴിയുമ്പോഴേക്കും പുള്ളിക്കാരനെങ്കിൽ എത്തിക്കോളൂ. നാടകം തുടങ്ങാൻ സമയമായി. മുടിഞ്ഞവൻ എവിടെ പോയി കിടക്കുന്നത്? അയ്യപ്പൻ ഇങ്ങ് വരുമെന്നേ. സമയത്തിന് കയറുന്ന തവലെടുത്ത് വെച്ച് 4 അടി അടിച്ചാ പോരെ? ആ, അവനിങ്ങ് വരട്ടെ. ഒന്നീ തബലയടി അല്ലെ തണ്ണിയടി, രണ്ടും കൂടെ വേണ്ട. പക്കത്തിന് ഗേറ്റിലാരും അന്വേഷിക്കും. ആ, കയറ്റി വിട്ടത്. അത് നിങ്ങളുടെ തബലിസ്റ്റ് അയ്യപ്പൻ. ഇത് തബലിസ്റ്റ് ഒന്നല്ല, വേറെ പാർട്ടിയാ. 6 പേരുണ്ട്. 6 പേർക്കും പാസ് കൊടുക്കണം. നാടകം കണ്ടിട്ട് കൊള്ളാമെങ്കിൽ ബുക്ക് ചെയ്യാൻ വന്നിരിക്കുക. നാടകം കണ്ടിട്ട് കൊള്ളില്ല ബുക്ക് ചെയ്യല്ലോ. അപ്പൊ കൊള്ളാവോ കൊള്ളില്ല അവരുടെ സ്വന്തം ചെലവിൽ അങ്ങ് തീരുമാനിച്ചാൽ മതി. പാസ് ഉണ്ട്, കൊടുക്കുന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. ആളുകളൊക്കെ വന്നു കഴിഞ്ഞു, നാടകം തുടങ്ങിക്കൂടെ? തരാമെന്നേ, തുടങ്ങ്. അയ്യോ, അത് പറ്റില്ല. പണം വാങ്ങിയിട്ടേ നാടകം തുടങ്ങാവുന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആരുടെ നിശ്ചയം? ദൈവനിശ്ചയമാണെന്ന് കൂട്ടിക്കൂ. സമയം കളയാതെ വേഗം രൂപ എടുത്തോണ്ട് പോവാ. ആളുകൾ പോവാൻ തുടങ്ങുമ്പോ നമുക്ക് നാടകം തുടങ്ങിക്കളയാം. വേല കയ്യിലിരിക്കട്ടെ ആശാനെ, ഞങ്ങൾ ഇത് കുറെ കണ്ടതാ. സോഡേ വെള്ളോ? സോഡേ. അപ്പഴച്ചവൻ ഇതുവരെ വന്നില്ലല്ലോ. അയ്യപ്പൻ ഇല്ലെങ്കിലും തബല ഇല്ലേ വക്കച്ച? കൊട്ടാ നിന്റെ മറ്റോ വരുമോ? അയ്യോ, പുള്ളിക്കാരെ വാദമായിട്ട് കിടപ്പില്ല. എന്റെ ഫാദറിന്റെ ആരും ഇല്ലേ പറഞ്ഞേ? നിനക്കൊക്കെ തമാശ. ഇതാ നിങ്ങളുടെ രൂപ.
ഇനിയെങ്കിലും തുടങ്ങാം. അത് എണ്ണി നോക്കണ്ടേ? എന്തെങ്കിലും ചെയ്യ്. കളക്ടറും ഭാര്യയൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. അതിന് പോയി ആ ബ്രീഫ് കേസ് എടുക്കുന്നു. വന്നോ ചേട്ടാ? ആ ഇന്ന് തവല ഇല്ലാതെ പാടിയാൽ മതി. അയ്യോ ചേട്ടാ, തബലയില്ലെങ്കിൽ എന്റെ താളം പോവും. അത് സാരമില്ല, നിന്റെ താളം പോകണ സ്ഥലത്ത് നിന്ന് കൂവല് വന്നോളും, പേടിക്കാനൊന്നുമില്ല. എല്ലാരും സ്റ്റേജിലേക്ക് ഞാൻ ബെല്ല് കൊടുക്കാൻ പോവാ. നല്ല ചതിയാണല്ലോ അയ്യപ്പൻ കാണിച്ചത്. ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് പോയാൽ ഇതുവരെയും വരാത്തതിന്റെ കാര്യം രോഹിണിയോട് ഒന്നും പറയാതാണോ അയ്യപ്പൻ ചേട്ടൻ പോയത്? എന്നോടൊന്നും പറഞ്ഞില്ല. ഏതായാലും പാടുന്ന എനിക്കല്ലേ പാട്. ഇത് വന്നില്ലേ? ഇല്ല. വിഷമിക്കാനൊന്നുമില്ല. ഇന്നത്തെ നാടകം എങ്ങനെയെങ്കിലും കൊണ്ട് തട്ടിക്കൂട്ടി എടുക്ക്. ചിലപ്പോ അനൗൺസ്മെന്റ് കഴിയുമ്പോഴേക്ക് അയ്യപ്പം വന്നേക്കും. പാടിനൊരു മുഖ മാന്യ മഹാജനങ്ങളെ, അഡ്രസ്സുള്ളവരാ വിളി കേട്ടു. ഭാവന തിയേറ്റേഴ്സിന്റെ 11ാമത് നാടകമാണ് കറുപ്പും വെളുപ്പും. സങ്കീർണമായ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ നൂലിഴകൾ ഒന്നൊന്നായി അഴിച്ചെടുക്കുകയും വളരെ കരുതലോടുകൂടി തന്നെ നേരിടുകയും ചെയ്യുന്ന ഈ നാടകത്തിലെ ഒരു വാചകമോ വാക്കോ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടാതെ പോയാൽ ഈ നാടകം വേണ്ട വിധം ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന സത്യം ഞാൻ തുറന്നു പറയുകയാണ്. അതുകൊണ്ട് നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സോഡയും ബലൂണും പൊട്ടിക്കാതിരിക്കാനും കസേര വലിച്ചും കുഞ്ഞുങ്ങളെ കരയിച്ച് ശബ്ദമുണ്ടാക്കാതിരിക്കാനും സദസ്യർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ന്യായം. അപ്പൊ വിവരമുള്ളവർ ഈ നാട്ടിലുണ്ട്. ബഹുമാന്യരെ, നാടകം തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഭാവന തിയേറ്റേഴ്സിന്റെ അഭിവാദനങ്ങൾ. കദളി വനങ്ങളിൽ പാടുന്ന കളിത്തത്തെ കഥകളുറങ്ങുമീ മണ്ണിന്റെ മണിമുത്തേ, ഇനിയുമൊരു കഥ പറയാൻ പോരൂ, ഇനിയുമൊരു കഥ പറയാൻ പോരൂ. കതിർമണികൾ കനികളും നേദിക്കാം പോരൂ തത്തേ. ഇവിടെയുറങ്ങുന്നു ശിലയായ കല്യമാ, ഇനിയും തോർന്നീലല്ലോ ഭൂമി കന്യതൻ കണ്ണീ. അപമാനിതയായ പാഞ്ചാലിയുടെ ശാപശപഥങ്ങൾ തൻ കഥ ഇവിടെ തുടരുന്നു. മലർക്കുമ്പിളിൽ ഒരു മാതളക്കനിയുമാ, വിളിപ്പൂക്കാലം കഥ തുടരൂ നീ എന്തേ. ഭരതമുനിയൊരു കളം വരച്ചു, ഭരതമുനിയൊരു കളം വരച്ചു, ഭാസകാളിദാസ കരുക്കൾ വച്ചു, ഭരതമുനിയൊരു കളം വരച്ചു. കാലം കളിക്കൂ, കറുപ്പും വെളുപ്പും കറുക്ക നീക്കി
ചിരിക്കുന്നു ആരോ കൈകൊട്ടി ചിരിക്കുന്നു ഭരതമുനിയൊരു കളം വരച്ചു ചിരിക്കും കരയും അടുക്കും അകലും ചിരിക്കും കരയും അടുക്കും മകലും കരുക്കളി നമ്മളല്ലേ കരുക്കളി നമ്മളല്ലേ കാണികൾ കളിക്കാർ നമ്മളല്ലേ കാണികൾ കളിക്കാൻ നമ്മളല്ലേ ആ ഭരതമുനിയൊരു കളം വരച്ചു ഇണങ്ങും പിണങ്ങും ഇളവേ പിരിയും ഇണങ്ങും ഇണങ്ങും ഇണകൾ പിരിയും നിഴലുകൾ നമ്മളല്ലേ ഇണങ്ങും പിണങ്ങും ഇണവേ പിരിയും നിഴലുകൾ നമ്മളല്ലേ നിഴലുകളാടും കളം ഇതല്ലേ നിഴലുകളാടും കളം ഇതല്ലേ ഭരതമുനിയൊരു കളം വരച്ചു ഭാസകാളിദാസ കരുക്കൾ വച്ചു ഭരതമുനിയൊരു കളം വരച്ചു ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ശ്രീദേവി മോളെ ശ്രീദേവി ശ്രീദേവി മോളെ ശ്രീദേവി മോളെ ശ്രീദേവി ക്ഷേത്രത്തിൽ പോകുന്ന ഈ വേഷത്തിലാണോ മോളെ? ക്ഷേത്രത്തിൽ ഞാൻ വരുന്നില്ല. നീ പിന്നോട് എന്ത് ചെയ്യാൻ പോകുന്നു? അതുകൊള്ളാം. ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തോളാം. അച്ഛനും അമ്മയും കൂടി പോയാൽ മതി. വന്ന് പ്രാർത്ഥിച്ചിട്ട് പോരടി പെണ്ണെ. നിങ്ങൾ രണ്ടാളും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. വെറുതെ ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ് സമയം കളയണ്ട. അവിടെ ഇപ്പൊ പൂജ തുടങ്ങി കാണും. അവൾ വരുന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് പോവാം. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ആമ്പിള്ളേരും പെമ്പിള്ളേരൊക്കെ ക്ഷേത്രത്തിൽ വരുന്നത് തൊടാനോ മറ്റാണോ? നീ വാ. ഹലോ, ജയ്ത് ഫോൺ തന്നെ ഇരിക്കായിരുന്നോ? പ്രതീക്ഷിച്ചിരിക്കായിരുന്നോ? അച്ഛനും അമ്മ അമ്പലത്തിൽ പോയി. ഒരു വിധത്തിലാ ഞാൻ അവരെ പറഞ്ഞു വിട്ടത്. മുത്തശ്ശനോ? മുത്തശ്ശൻ മുറിയിൽ എന്ത് ഗീത വായിക്കുക? ഇപ്പൊ എങ്ങും വെളിയിലേക്ക് വരില്ല. ശരി ശരി, വേഗം വരണേ ചേട്ടാ. എന്തൊരു കൊതുക് ഇവിടെ. ഇന്ന് അഷ്ടമി ഓഹരിയല്ലേ? മുത്തശ്ശൻ അമ്പലത്തിൽ പോകുന്നില്ലേ? ഓണം മോളെ, മോളുകൂടി മുത്തച്ഛനോടൊത്ത് വന്നോളൂ. അയ്യോ മുത്തശ്ശ, ഞാൻ വരുന്നില്ല. മുത്തശ്ശൻ ഒറ്റയ്ക്ക് പോയിക്കോളൂ. ഓ, മുത്തച്ഛൻ ഒറ്റയ്ക്ക് പോകാൻ വയ്യ മോളെ, വയസ്സായില്ലേ. അച്ഛനും അമ്മയും പോയിട്ടുണ്ടല്ലോ. മുത്തശ്ശൻ അവരുടെ കൂടെ മടങ്ങാമല്ലോ. അയ്യോ മുത്തശ്ശ, പൊള്ളുന്ന ചൂട്. പനി വിട്ട് മാറിയിട്ടില്ല. മുത്തശ്ശൻ പോയി ചടന്നോളൂ. വരൂ, ഞാൻ കൊണ്ടുവന്നാക്കാം. ചൂട് മുത്തച്ഛന്റെ നെറ്റിയിലല്ല, മോടെ കയ്യില. ഇത് വെറും ചൂടല്ല, മോടെ മനസ്സിലെ ചൂടാണ്. മനസ്സിലെ ചൂടോ? മുത്തച്ഛന് വയസ്സ് കുറയായില്ലേ മോളെ. മോള് അകത്ത് പോയി വിശ്രമിക്കും. മുത്തച്ഛൻ ഇവിടെ ഇരുന്നോളാം. പോയിക്കോളൂ. മഞ്ഞേ ആധികാരത്തെ മാവലേ സുഗതാജനെ മാ കർമ്മഫലം മടിക്കണ്ട, കേറി പോന്നോളൂ. ജയദേവനോട് തന്നെ പറഞ്ഞത്. കേറി പോരു മോനെ, ഇപ്പൊ കാത്തിരിക്കയില്ലേ. ആരാ എന്നെ കാത്തിരിക്കുന്നത്? മുത്തച്ഛനാണോ? ഞാനല്ലല്ലോ ഫോൺ ചെയ്തത്, ശ്രീദേവി മോളല്ലേ. ഈ മുത്തച്ഛനെ നിങ്ങൾ പേടിക്കണ്ട മക്കളെ.
മുത്തച്ഛൻ ആരുടെയും സ്നേഹത്തിനെതിരെ നിൽക്കില്ല. എന്താണെന്ന് നിനക്കറിയാമോ? എന്താണെന്ന് ജയദേവൻ അറിയാമോ? ഇല്ലല്ലോ. വലിയ ഒരു സ്നേഹം നഷ്ടപ്പെട്ടവനാണ് ഈ മുത്തച്ഛൻ. അത് നഷ്ടപ്പെട്ടപ്പോഴാണ് അതിന്റെ വില എനിക്ക് മനസ്സിലായി. നിങ്ങളൊന്ന് സംസാരിക്കും. മുത്തച്ഛൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. എത്ര നല്ല മുത്തശ്ശൻ അല്ലേ? പക്ഷെ രോഹിണിയുടെ അച്ഛൻ അങ്ങനെയല്ലല്ലോ. അതിന് നമുക്കെന്താ? ഞാൻ വെറും പൊട്ട കവിത എഴുതി കിടക്കുന്ന ഒരു ദരിദ്രവാസി. അമ്മയുടെ അഭിപ്രായവും അത് തന്നെയാണെന്ന് തോന്നുന്നു. എന്റെ ജേട്ടന്റെ മഹത്വം അവർക്ക് ആർക്കും മനസ്സിലാവില്ല. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ. നമ്മളെ വേർപെടുത്താൻ ഈശ്വരനല്ലാതെ മറ്റാർക്കും കഴിയില്ല ജേട്ടാ. അതുപോലെ എന്നോട് എന്തിനാണ് വരാൻ പറഞ്ഞത്? നിന്നോട് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. പിന്നെ എന്തിനു വന്നു? ഞാൻ ഫോൺ ചെയ്തിട്ടാ വന്നത്. നീ ഫോൺ ചെയ്തിട്ടു? എന്തിന്? എന്തിനാണ് നീ അവന് ഫോൺ ചെയ്തത്? എന്തോന്നാ ഇവിടെ? ആഹാ, അച്ഛനെ ഒരു കാവലിരിക്കായിരുന്നല്ലേ? അതിനിപ്പോ എന്തുണ്ടായി? സ്നേഹമുള്ള ഒരു തമ്മിൽ സംസാരിച്ചോണ്ട് നിൽക്കുന്നു. ശത്രുക്കളാണെങ്കിലല്ലേ സൂക്ഷിക്കണ്ടു വിശ്വാസാ. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ഇവിടെ രാജശേഖരന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കട്ടെ. ആ വിവാഹത്തിന് എന്നെ പ്രതീക്ഷിക്കേണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നത്? എന്റെ വിവാഹമാണെങ്കിൽ അത് ഞാൻ തീരുമാനിക്കണം. എടി, രാജശേഖരൻ നിന്റെ മുറച്ചെറുക്കനാണ്. പക്ഷെ ഞാൻ സ്നേഹിക്കുന്നത് ഈ നിൽക്കുന്ന ജയേട്ടനെയാണ്. ഞാൻ വിവാഹം കഴിക്കുമെങ്കിൽ അത് ഇദ്ദേഹത്തെ ആയിരിക്കും. നിന്റെ ഒരു പറഞ്ഞു അച്ഛാ, വിശ്വനാഥ, ജയേട്ടാ. നീ മേലാലിനകത്ത് വന്നിട്ട് നിന്റെ കാര്യം വിട്ടും പറഞ്ഞേക്കാം. ഒരു പ്രേമക്കാരൻ. ജയേട്ടനെ ഇവിടെ നിന്ന് നേരത്തെ എന്നെ പറ്റൂ. ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ. എടി എടി, അവളുടെ ഒരു ധിക്കാരം. ഇങ്ങോട്ട് വാടി, വാടി ഇങ്ങോട്ട്. അവള് നിന്റെ ഒറ്റ മോള. വേണ്ടതിലധികം സ്വത്തുക്കളും. അവൾക്ക് ഇനി സ്നേഹമുള്ള ഒരു ഭർത്താവിനെയാണ് ആവശ്യം. അത് ഈ ജയദേവനാകുന്നതിൽ എന്താ ഒരു ദോഷം? വയസ്സായെന്ന് വിചാരിച്ച് വിവരക്കേട് പറയാതിരിക്കാ. കൃഷ്ണ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സാമവേദായുത്സവ. കിളവൻ സാമാന്യം നന്നായി പാടുന്നുണ്ടല്ലോ. എന്ത് ഞങ്ങൾ ആകെ വിഷമിച്ചു പോയില്ല. എന്റെ ഓട്ടോണ്ട് അവിടെ വന്നിരിക്കുന്നു. കേരള സമയത്ത് അറിയാൻ പാടില്ലല്ലേ? വേറെ വല്ലതും വിചാരിച്ചു നാടൻ കളിക്കാൻ വന്നിക്കരുത്. അവനെ ഓർത്തിട്ടായിരിക്കും. നിനക്ക് ശ്രീദേവിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ അമ്മാവൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. അത് വിശ്വനാഥൻ സ്വത്തുക്കൾ അന്യരുടെ കൈവശം പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ? അതൊരു ചെറിയ കാര്യമാണ്. പക്ഷെ അവള് മറ്റാരെയോ പ്രേമിക്കുന്നു എന്ന് പറയുന്നല്ലോ. അത് സാരമില്ല. വിവാഹത്തിന് മുമ്പ് പലർക്കും പലതരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടായെന്ന് വരും. അതൊക്കെ സാധാരണയാണ്. പക്ഷെ വിവാഹം കഴിയുന്നതോടെ അതൊക്കെ മറക്കും. കിഴവനും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്നാണല്ലോ എന്റെ അറിവ്. കൂട്ടത്തിന് എനിക്കിട്ടും ഒരു തൊഴി തന്ന. എന്താ ശ്രീദേവിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മുഖവരയുടെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. രാജേട്ടനെ വിവാഹം ചെയ്യാൻ എനിക്കിഷ്ടമല്ല. പക്ഷെ അമ്മാവന് ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. ഹേ മനുഷ്യ, എനിക്ക് നിങ്ങളോട് സ്നേഹമില്ല. സ്നേഹിക്കരുത്. വിവാഹത്തിന് മുമ്പ് സ്നേഹിച്ചു പോയാൽ വിവാഹം കഴിയുന്നതോടെ സ്നേഹം നഷ്ടപ്പെടും. പല പ്രണയ വിവാഹങ്ങളും പരാജയപ്പെടുന്നത് അതുകൊണ്ടാണ്. വിവാഹം കഴിഞ്ഞേ സ്നേഹിക്കാം. ഇപ്പോൾ വെറുക്കുന്നതാണ് ഉത്തമം. ഇങ്ങനെയുള്ള ഒരാളോട് ഇനി എന്ത് പറഞ്ഞാണ് കാര്യം ബോധ്യപ്പെടുത്തേണ്ടതെന്ന് മുത്തശ്ശനെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരൂ. മുത്തച്ഛൻ നിസ്സഹായനാണ് മോളെ. സ്നേഹം സ്വർണം പോലെ വാങ്ങാനും കൊടുക്കാനുമാണെന്ന് ധരിക്കുന്നവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നതാണ് ബുദ്ധി. ജയിക്കുന്നത് സാമർഥ്യവും. എങ്കിൽ ഞാൻ ജയിക്കാൻ പോവുകയാണ് മുത്തശ്ശ. നീയോ പോടി മണ്ടി. വല്ല നോവലിലും കഥയിലും വായിച്ചു കാണും. കഥയും നോവലും എഴുതാൻ മനസ്സിന്റെ സമനില തെറ്റിയവനും കഴിയും. കയ്യിൽ പണമുണ്ടെങ്കിൽ അത് അച്ചടിപ്പിക്കുവാനും കഴിയും. അച്ചടിച്ചു വരുന്നതൊന്നും അനുകരിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ അവസാനമായി ഒന്ന് കണ്ടിട്ട് വരാം. മുത്തശ്ശ, കർമ്മ സംസ്ഥാപനാഥായ സംഭവാമി യുഗേ യുഗേ.